എഴുതിയിരിക്കുകയാണ്. വൈദികനായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ചെറിയൊരു മിച്ചമുണ്ട്, ഒരു 10-12 ലക്ഷം രൂപ. FD ആണ്, അത് പൊട്ടിക്കാൻ തീരുമാനിച്ചേക്കാണ്. അതും അതിനോട് ചേർന്ന് ഇപ്പം കൈമത്തൊക്കെ കിട്ടിയതിന് മിച്ചം ആകപ്പാടെ ഉള്ളത് ഒരു 6-7 ലക്ഷം രൂപ. അതും ചേർന്ന് 2 ഭവനം നിർമ്മിക്കാനുള്ള പൈസ ഞാൻ തന്നോളാമെന്ന് സെക്രട്ടറി അറിയിക്കുന്നു. അത് കഴിയുമ്പോൾ എൻ്റെ ഒന്നുമില്ല. ഇപ്പോൾ 69 വയസ്സിൽ പ്രവേശിച്ചു. 70 നീ 1 വർഷം കൂടെ ഉള്ളൂ. അതിന് കഴിഞ്ഞ് എത്ര കാലം ഉണ്ടാവുമെന്ന് വലിയ നിശ്ചയമൊന്നുമില്ല. മിച്ചം വെച്ച് ആരെയും കൊണ്ടും തല്ലു കൂടിക്കേണ്ടതെന്ന് വിചാരിച്ചേക്കുവാണ്. അതുകൊണ്ട് അപ്പളപ്പം ചിലവാക്കാൻ തീരുമാനിച്ചാണ്. ഇപ്പോൾ ഉള്ള FD കൊടുക്കുകയാണ്. അതിൻ്റെ ആദ്യത്തെ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. സഭയുടെ സ്ഥാനം എനിക്ക് പറയാം, സഭ 50 വീട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ഗഡുവായിട്ട് ഇപ്പം 30,000 രൂപ ഞാൻ സെക്രട്ടറിയെ ഏൽപ്പിക്കുന്നതാണ്. അത് ആദ്യത്തെ ഗഡുവാണ്. ബാക്കിയെല്ലാം പണി തീരുന്നതിന് മുമ്പ് കൊടുക്കുന്നതായിരിക്കും. FD എല്ലാം പൊട്ടിക്കാനൊക്കെ ഇവിടുത്തെ മാനേജത്തിനോട് അതിൻ്റെ ക്രമീകരണം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബാങ്ക് FD എടുക്കുന്നതിന് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, വേറെ ആർക്കും കൊടുക്കാനില്ല. പിന്നെ ഞാൻ കൊല്ലഞ്ചേരി ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ടുണ്ട്, സുഖമില്ലാതെ വരികയാണെങ്കിൽ ജനവാടി കടത്തിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ സമ്പാദ്യങ്ങൾ ഈ മിച്ചം വെച്ചിട്ട് ശരിയാവില്ല എന്ന് അവിടെ പഠിപ്പിക്കും. ഞാനൊരു കുടിയേറ്റക്കാരനായിരുന്നു. കഷ്ടപ്പാട് എന്തെന്ന് അറിഞ്ഞവനാണ്. ശരിക്കും 10-60 വർഷം മുമ്പ് പാലക്കാട് പോയത്. മലയുടെ കാര്യങ്ങളൊക്കെ അവിടെയും ഉണ്ട്. അവിടെ ഒരു കള്ളക്കുന്നുണ്ട്, അതെങ്ങാനും പൊട്ടിപ്പോയെന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ള ആരും നിലനിൽക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അത് 2 വീടിൻ്റെ പൈസ ഞാൻ തരുന്നതായിരിക്കും. അതിപ്പോൾ നൽകും.